ദർശനം അതിന്റെ പേരിൽ വ്യാഖ്യാനപ്പെടുന്ന അവസ്ഥയൊന്നും കാണുന്നില്ല. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ കയറി ഇനി എന്തിനൊരു ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ചവർ, ആത്മഹത്യ അഭയമായി കണ്ടെത്തിയവർ. പക്ഷേ എന്റെ മുസ്ലിം കൂട്ടുകാരെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ എനിക്ക് ബോധ്യമാകുന്ന വലിയ ഒരു സത്യം, വലിയ പ്രതിസന്ധികൾ വരികയാണെങ്കിലും അവർ അല്ലാഹു എന്ന പരമമായ ശക്തിയിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, ഇത് പരീക്ഷണത്തിന്റെ ലോകമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, ഇത് പ്രയാസങ്ങൾ നിറഞ്ഞ ലോകമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, ആ റബ്ബിന്റെ തീരുമാനമാണെന്ന് മനസ്സിലാക്കി ഉറച്ച തവക്കുലിന്റെ ബോധ്യത്തോടെ അവർക്ക് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും മനസ്സിന്റെ ആശ്വാസം കണ്ടെത്താനും എന്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഇസ്ലാമിലേക്ക് കടക്കാൻ എനിക്ക് പ്രചോദനമായി. The second one was their social and spiritual practices. രണ്ടാമത് സഹോദര സംഭാവന നൽകിയ അല്ലാഹു തആല സ്വതക്ക സ്വീകരിക്കുമാറാകട്ടെ. അതിന്റെ ഫലം ദുനിയാവിലും ആഖിറത്തിലും ആ സഹോദരൻ അല്ലാഹു തആല നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ എന്നെ ആകർഷിച്ച രണ്ടാമത്തെ കാര്യം മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആത്മീയമായ ആരാധനകളാണ്. ഡെയിലി 5 നേരത്തെ നിസ്കാരം അവർ നിർവഹിക്കുന്നുണ്ട്. ആ ആരാധനയിൽ, പ്രത്യേകിച്ച് നമസ്കാരം എന്ന ആരാധനയിൽ സുജൂദ് എന്ന തലമുണ്ട്. അത് എന്നെ പ്രത്യേകമായി ആകർഷിപ്പിച്ചിട്ടുണ്ട്. കാരണം ബാങ്കുലി കേൾക്കുമ്പോൾ നാനാഭാഗത്തു നിന്നും ആളുകൾ കടന്നു വരികയാണ്. പള്ളിയിലെത്തി കഴിഞ്ഞാൽ അടിമ ഉടമ വ്യത്യാസമില്ല, പണക്കാരനെന്നോ പാമരനെന്നോ പക്ഷാന്തരമില്ല, മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ വ്യത്യാസപ്പെടുത്തലില്ല. നേരത്തെ വന്നവർക്ക് ഫസ്റ്റ് സഫിൽ ഇടം പിടിക്കാം. വലിയ ചിട്ടയും അച്ചടക്കവുമാണ് ആ പണ്ഡിതൻ അതിലൂടെ ദർശിക്കുന്നത്. അതോടുകൂടെ ആ നിസ്കാരത്തിൽ സുജൂദ് എന്ന് പറയുന്ന വലിയൊരു ആരാധനാ കർമ്മം ഉണ്ട്. അല്ലാഹുവിലേക്ക് ഒരു അടിമ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സന്ദർഭമെന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു ആരാധന, അഖറബു മാ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി വഹുവ സാജിദ്. സുജൂദ് ചെയ്യുമ്പോഴാണ് ഇലാഹിയായ സാമീപ്യത്തിലേക്ക് കൂടുതൽ നമുക്ക് അടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. പലരും പല ദിക്കുകളിൽ നിന്ന് വന്നുകൊണ്ട് ആ പള്ളിയിലൂടെ, പള്ളിയുടെ എല്ലാ ഇടങ്ങളിലൂടെയും നടക്കുന്നു. പക്ഷേ പിന്നീട് ജമാഅത്തിന് വേണ്ടി ഇഖാമത്ത് നിർവഹിക്കപ്പെട്ടാൽ 1, 2, 3, 4 സഫുകളായി എല്ലാവരും അണിനിരക്കുന്നു. എന്നിട്ട് റുകൂഅ് കഴിഞ്ഞ് സുജൂദിലേക്ക് എല്ലാവരും ഒരുപോലെ പോകുന്നു. പണക്കാരനും പാവപ്പെട്ടവനും, ഉയർന്നവരും താഴ്ന്നവരും, സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ളവരും, നമ്മൾ അധമരായി കണക്കാക്കുന്നവർ എല്ലാവരും അവരെ ഏറ്റവും കൂടുതൽ പരിപാലിച്ച് ബഹുമാനം കൽപ്പിച്ചു കൊണ്ടുപോകുന്ന അവരുടെ തല, ശിരസ് ആ പള്ളിയുടെ നിലത്ത് വെക്കുന്ന പ്രക്രിയയാണ് സുജൂദ്. അല്പം മുമ്പ് ആ സ്ഥലത്തിലൂടെ ഒരു പാമരന്റെ കാലുകൊണ്ട് നടന്ന ഇടമാണത്. പക്ഷേ ഇപ്പോൾ അവിടെ തലച്ചത് ആരാണ്? വലിയ ഒരു സമ്പന്നനാണ്. ഒരു സമ്പന്നനും പള്ളിയിൽ വന്നാൽ ഇത് താഴ്ന്ന തറവാട്ടുകാരൻ ചവിട്ടിയ ഇടമാണ്. സമൂഹത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്ത ആളുകൾ ചവിട്ടിയ ഈ പള്ളിയുടെ അകത്തളത്ത് സമൂഹത്തിൽ വലിയ ഉന്നതിയുള്ള ഞാൻ എന്റെ ശിരസ് താഴ്ത്തുകയില്ല എന്ന് ഒരു വിശ്വാസിയും പറയാറില്ല. അത് പറയുന്നവർ പള്ളിയിലേക്ക് വരികയും ഇല്ല. എല്ലാ നിരക്കുമുള്ള പരിപൂർണമായ പരിപൂർണമായ അല്ലാഹുവിന്റെ മുന്നിൽ കീഴടങ്ങാൻ വേണ്ടിയുള്ള കടന്നുവരവാണ്. അവർ പുറമെ ഒരുപക്ഷെ തൊഴിലാളിയായി പണിയെടുത്തവരാകാം, ഒരുപാട് തൊഴിലാളികളുടെ മാനേജറായിരിക്കാം, അവരോട് ആക്ഷൻ നടത്തിയവരായിരിക്കാം. പക്ഷേ അതേ തൊഴിലാളി തന്നെ പള്ളിയിൽ ചവിട്ടിയ ഇടത്ത് തലവെക്കുമ്പോൾ ആ മുതലാളിക്ക് യാതൊരു മൈമനസ്
ഇസ്ലാമിന്റെ ചേർത്ത് പിടിക്കലാണത്. മാനുഷികമായ ബന്ധത്തിന്റെ പാരസ്പര്യത്തെ വിളിച്ചുണർത്തുന്ന മഹിതമായ സംസ്കാരമാണ്. നിത്യവും ഓരോ വിശ്വാസിയും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് നടക്കുന്ന പരിശുദ്ധമായ ജമാഅത്ത് നിസ്കാരം സംഘടിത ബോധ്യമാണ്, സംഘടിത ഭാവമാണ്. അതിന്റെ വലിയ മനോഹാരിത എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ നാടിന്റെ ഹൃദയഭാഗത്ത് പ്രൗഢമായ ഒരു പള്ളി വന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ വിശ്വാസികളും ഒരേ മനസ്സോടെ സംഘടിതമായി ഞങ്ങളെല്ലാം ഒരു നേതാവിന്റെ അനുയായികളാണെന്ന ബോധ്യത്തിൽ ഒരുമയോടുകൂടി ഈ പള്ളിയിൽ വന്ന് എല്ലാ ദിവസവും ജമാഅത്ത് നിർവഹിക്കാൻ കൽപ്പിക്കപ്പെട്ട ഒരു നേതാവിന്റെ അനുയായികളാണ് നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതിൽ പിന്നെ മറ്റു ചേരിതിരിവുകൾക്കോ മറ്റു പ്രതിലോമകരമായ യാതൊരു ചർച്ചകൾക്കും ഒരു പ്രസക്തിയും ഇല്ല. അള്ളാഹുവിന്റെ പള്ളിയുടെ ഉള്ളിലെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റു താല്പര്യങ്ങളൊന്നും ഈ പള്ളിയുടെ ഉള്ളിൽ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ പാടില്ല. ഞാൻ വരുന്നത് എന്റെ യജമാനനായ റബ്ബിന്റെ മുന്നിൽ പരിപൂർണമായി കീഴടങ്ങി സുജൂദ് ചെയ്ത് നിരത്തി തലവെക്കാനാണ് ഞാൻ വരുന്നത്. ആ പള്ളിക്കകത്ത് എന്റെ മറ്റു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന യാതൊരു പ്രവർത്തനവും ഒരു ചിന്ത പോലും ഇല്ലാതെ നല്ല ഉള്ളും പുറവും തെളിഞ്ഞ ശുദ്ധിയോടുകൂടെയാണ് ഈ പള്ളിയിലേക്ക് വരേണ്ടത്. അത്തരം വേർതിരിവിന്റെ ചിന്തയുള്ളവർ, അത്തരം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പള്ളിയുടെ അകത്തളങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ, അവരെ പരിശുദ്ധമായ ഇസ്ലാം ഈ പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ സ്വന്തം വീടിന് തുല്യമായി എന്നല്ല, അതിനോളം നമ്മൾ ഇതിന് പ്രാധാന്യം നൽകണം. എവിടെങ്കിലും നജസ് കാണുന്നത് കണ്ടാൽ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ, അവനെവിടെ പോയി, അവനിക്ക് എന്താണ് പണി, കമന്റ് അടിക്കുകയല്ല വേണ്ടത്. കണ്ടാൽ എടുത്തു മാറ്റൽ അവന്റെ മേലിൽ നിർബന്ധമാണ്. ആരെയും നമ്മൾ വെല്ലുവിളിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ പള്ളിയാണ്, കണ്ടറിഞ്ഞ് ചെയ്തു കൊള്ളണം എന്നതാണ്. വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ കൈക്കൊള്ളേണ്ട മാതൃക. ഒരിക്കലും മറ്റുള്ളവരെ പഴിചാരി നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നമുക്ക് സാധ്യമല്ല. മഹാനരായ അബ്ദുൽ വഹാബ് ശഅറാനി റഹിമഹുല്ലാഹ് നല്ല ഒരു ഉദാഹരണം പള്ളിയെയും അല്ലാത്ത ഇടങ്ങളെയും വേർതിരിച്ച് കാണിക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ചെറിയ മക്കൾ രാജാവിന്റെ ദർബാറിലേക്ക് കടന്നു ചെന്ന സമയത്ത് നീ നിന്റെ ചെറിയ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ആ കൊട്ടാരത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചത്. യാദൃശ്ചികമായി ആ കുട്ടി അവിടെ മൂത്രിച്ചു, അല്ലെങ്കിൽ കാഷ്ടിച്ചാൽ നിന്റെ മാനസികമായ സ്ഥിതി എന്തായിരിക്കും? മഹാരാജൻ കാണുന്നതിന്റെ മുമ്പ് ഈ മൂത്രം എത്രയും പെട്ടെന്ന് ശുദ്ധിയാക്കണമെന്ന ചിന്തയാണ്. വിസർജ്ജ വസ്തു പരിശുദ്ധമായ രാജാവിന്റെ ദർബാറിന്റെ ഗേറ്റിൽ നിന്ന് തുടച്ചു വൃത്തിയാക്കണമെന്ന ചിന്തയാണ് നിന്റെ മനസ്സിലുള്ളത്. ക്ലീനിങ്ങിന് വേണ്ട തോർത്തോ മറ്റോ ലഭിച്ചിട്ടില്ലെങ്കിൽ ക്ലീനിങ് ചെയ്യുന്ന വസ്തു ഇല്ല എന്ന് പറഞ്ഞ് ഈ മൂത്രം വൃത്തിയാക്കുന്ന പരിപാടി നീട്ടിവെക്കാൻ പറ്റുകയില്ല. മഹാരാജൻ കണ്ടാൽ എന്ത് ആക്ഷനാണ്, എന്ത് പ്രതികരണമാണ് എടുക്കുക എന്ന നിശ്ചയം ഇല്ല എന്ന നിലയിൽ അദ്ദേഹം സ്വന്തം തലയിൽ അണിഞ്ഞ ആ തട്ടം എടുത്തുകൊണ്ട് ആ മൂത്രം വൃത്തിയാക്കാൻ ശ്രമിക്കും. തട്ടമില്ലാത്തവരാണെങ്കിൽ അവൻ ധരിച്ച നീളക്കുപ്പായത്തിന്റെ സ്വന്തമായി ധരിച്ച വസ്ത്രത്തിന്റെ തല ഉപയോഗിച്ചുകൊണ്ടെങ്കിലും രാജാവിന്റെ ദർബാറിന്റെ ഗേറ്റ് വൃത്തിയാക്കാൻ രാജാവെങ്ങാനും ഇത് കാണുമോ എന്ന് പേടിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് വൃത്തിയാക്കാനുള്ള സംവിധാനം നീ കാണുന്നുവെങ്കിൽ അതെങ്ങാനും സംഭവിച്ചതൊരു പള്ളിയിലാണെങ്കിലോ, കുട്ടിയുടെ കൈ പിടിച്ച് പള്ളിയിലേക്ക് വന്നതാണ്, യാദൃശികമായി പള്ളിയിൽ മൂത്രിച്ചു, അതല്ലെങ്കിൽ വിസർജിച്ചു എന്ന് തന്നെ വെക്കുക. സ്വാഭാവികമായും ബോധമില്ല
എന്നിങ്ങനെ അവൻ അന്വേഷണം നടത്തുകയാണ്. മുദ്രിച്ചതാണ്, തിരഞ്ഞ് സാധനം ലഭിച്ചിട്ടില്ല. മഗ്രിബ് ആകുമ്പോഴേക്കും ആ നജസ് അതേ മാത്രയിൽ തന്നെ പള്ളിയിൽ കിടക്കുകയാണ്. എനിക്ക് തുടക്കാനുള്ള സാമഗ്രികൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ആ പള്ളിയിൽ നജസ് അതുപോലെ ഉപേക്ഷിക്കുന്ന ആളുകൾ സ്വന്തമായി ശരീരത്തിലുള്ള തട്ടം എടുത്തുകൊണ്ട് രാജാവിന്റെ ദർബാറിന്റെ കവാടം വൃത്തിയാക്കാൻ കാണിച്ച ശുഷ്കാന്തി അല്ലാഹുവിന്റെ പള്ളി വൃത്തിയാക്കാൻ അവൻ കാണിച്ചിട്ടില്ല. ഇത്തരം നിലപാടുകളൊക്കെ ചില ആളുകളിൽ ഉണ്ടാകുന്നത് ഉടമയായ യജമാനന് മുന്നിൽ അടിമക്ക് സംഭവിക്കുന്ന വൈകല്യമാണ്. അല്ലാഹുവിനെ തന്നെ നിസ്സാരമാക്കുന്നതിന് സമാനമാണ്. പള്ളിയിലുള്ള വേസ്റ്റുകൾ കാണുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ പ്രയാസം തോന്നും. നമ്മുടെ വീട്ടിൽ നമ്മൾ അതിന് സമ്മതിക്കുമോ? അല്ലാഹുവിന്റെ ഭവനമാണല്ലോ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്. മഹാനരായ അലിയുൽ ഖവാസ് തങ്ങൾ വകാന കൻസുൽ മസാജിദിൽ മഹ്ജൂറത്തി ബിമിസ്ര, മിസ്റിൽ ജീവിച്ച മഹാനാണ്. ഒരുപാട് പള്ളികൾ അതിൽ വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്നത് കാണുമ്പോൾ അതെല്ലാം പെറുക്കി അടിച്ചു വാരുന്ന ഡ്യൂട്ടി എന്റെ ഗുരുവായ അലിയുൽ ഖവാസ് തങ്ങൾ ഒരു ദൗത്യം പോലെ സേവനമായി പള്ളിയിലെ ചപ്പുചവറുകൾ വാരിയെടുക്കുന്ന പ്രവർത്തനത്തെ ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് മാതൃക കാണിച്ചു തന്നവരാണ് എന്റെ ഗുരുവെന്ന് ഇമാം അബ്ദുൽ വഹാബ് ശഅറാനി റഹിമഹുല്ലാഹ് അനുഭവം പങ്കുവെക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പള്ളികളെ വൃത്തിയാക്കുന്നവർക്ക് വലിയ സ്ഥാനമുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇന്നംറഅതൻ സൗദാ കാനത് തഖുമ്മുൽ മസ്ജിദ, മദീനത്തെ പള്ളിയിലെ അടിക്കാടുകൾ അടിച്ചു വൃത്തിയാക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ഫഫഖദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളിയിലേക്ക് വരുമ്പോൾ ആ സ്ത്രീയെ കാണാറുണ്ട്. 2-3 ദിവസം തുടർച്ചയായി ആ സ്ത്രീയുടെ സാന്നിധ്യം ഇല്ലാതെ വന്നപ്പോൾ ഫസഅല അൻഹാ ബഅദ അയ്യാം, ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സഹാബത്തിനോട് ആ സ്ത്രീയെ കുറിച്ച് അന്വേഷിച്ചു. എന്റെ ഈ മദീനത്തെ പള്ളി ക്ലീൻ ചെയ്യുന്ന ഒരു ലേഡി സ്റ്റാഫ് എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, കാഴ്ചയിൽ കറുത്ത നിറമാണ്, വിരൂപമെന്ന് നിങ്ങൾ പറയുമെങ്കിലും ഹബീബായ തങ്ങൾ ആ സ്ത്രീയെ അന്വേഷിക്കുകയാണ്. സ്വഹാബത്തിന്റെ പ്രതിവചനം ഇന്നഹാ മാത്തത്ത്, കഴിഞ്ഞ ദിവസം ആ സ്ത്രീ മരണപ്പെട്ടിട്ടുണ്ട്. വിരൂപിയായ ആരും പരിഗണിക്കാത്ത സ്ത്രീ ആയതുകൊണ്ട് മരണാനന്തര കർമ്മങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർത്തതാണ്. പരിഗണനീയമല്ലാത്ത വ്യക്തിത്വമല്ല എന്ന നിലയിൽ ഹബീബായ തങ്ങളെ അപ്പോൾ സ്വഹാബത്ത് അറിയിച്ചിരുന്നില്ല. പക്ഷേ ഈ സ്ത്രീ മരിച്ചു എന്ന വിവരം അറിഞ്ഞപ്പോൾ തങ്ങളുടെ ഭാവം മാറി. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? വളരെ ഗൗരവത്തോടെയാണ് സ്വഹാബത്തിനോട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചത്. എന്നിട്ട് ആ സ്ത്രീയുടെ ഖബറിന്റെ ചാരത്തേക്ക് ചെന്ന് മയ്യത്ത് നിസ്കരിച്ചുകൊണ്ട് പള്ളി വൃത്തിയാക്കുന്ന മഹദിയെ ബഹുമാനിച്ച് ആദരിച്ച് പരിഗണിച്ച് മാതൃക കാണിച്ച നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബോധ്യം നമുക്കുണ്ടാകണം. അല്ലാഹുവിന്റെ പള്ളിയാണ്, എല്ലാം അല്ലാഹുവുമായി ബന്ധപ്പെട്ടതാണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മറ്റുള്ള ഇടങ്ങളിൽ ഇടപെടുന്നത് പോലെയല്ല എന്ന നല്ല ഉറച്ചമായ ബോധ്യവും പേടിയും എപ്പോഴും നമുക്കുണ്ടാകണം. എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോ അനുയായിയും ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ എനിക്ക് കാണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹത്തൽ ഖദാതു യുഖ്രിജുഹ റജുലുൽ മുസ്ലിമു മിനൽ
നല്ല ഒരു ചുറ്റുപാട് ജീവിതത്തിന്റെ ശൈലിയായി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമുക്കുള്ള നല്ല ലക്ഷണമാണ്. ബാങ്കുലി കേട്ടാൽ പള്ളിയിലേക്കൊന്ന് നടന്നു പോകൽ വലിയ പ്രയാസമായി തോന്നുന്നത് ലക്ഷണക്കേടാണ്. ഓരോ സഹോദരന്മാരും മനസ്സിലാക്കണം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജഅല ഖിഫത മശിൽ അബ്ദി ഇലൽ മസ്ജിദി, ഒരു അടിമ പള്ളിയിലേക്ക് വരുമ്പോൾ അവനക്ക് ആ പള്ളിയിലേക്കുള്ള പോക്ക് വളരെ പ്രയാസരഹിതമായി തോന്നുന്നുണ്ട് എങ്കിൽ അലാമത്തൻ അലാ സിഹത്തി ഈമാനിഹി വ കമാലിഹി, അവന്റെ ഈമാൻ ശരിയാണ്, ആ ഈമാനിന് പരിപൂർണത ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. പള്ളിയുടെ സമീപത്താണെങ്കിൽ പോലും കുറഞ്ഞ ദൂരം തന്നെയുള്ളൂ, പക്ഷേ അതുപോലും നടക്കൽ വലിയ ഭാരമായി തോന്നുന്നുവെങ്കിൽ അലാമത്തൻ അലാ ദുഅഫി ഈമാനിഹി വ നഖ്സിഹി, അവന്റെ ഈമാനിന്റെ ദുർബലത സംഭവിച്ചിട്ടുണ്ട്, ഈമാനിന്റെ ഇനിയും ശക്തി കൈവരിക്കാനുണ്ട് എന്നതിന്റെ ലക്ഷണമായിട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനദണ്ഡമായി നിശ്ചയിച്ചു തന്നത്. മൻ റാഹ ഇലാ മസ്ജിദിൽ ജമാഅ, ജമാഅത്ത് പ്രതീക്ഷിച്ച് അല്ലാഹുവിന്റെ ഭവനങ്ങളിലേക്ക് ഭവ്യതയോടുകൂടെ കടന്നു വന്നാൽ ഫഖത്വത്തുൻ യമഹു ബിഹാ സയ്യിഅതൻ, ആ ജമാഅത്തിലേക്ക് വേണ്ടി അവൻ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും പ്രതിഫലമുണ്ട്. അവൻ എടുത്തു വെക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പ് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു ദോഷം പൊറുക്കപ്പെടുന്നു. വഖത്വത്തുൻ യുക്തബു ലഹു ബിഹാ ഹസന, രണ്ടാമതൊരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരു പദവി അല്ലാഹു തആല ഉയർത്തുന്നു. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ദോഷം പൊറുക്കുന്നു, പദവി ഉയരുന്നു, ദോഷം പൊറുക്കുന്നു, പദവി ഉയരുന്നു. പള്ളിയിലേക്ക് പോകുമ്പോൾ മാത്രം അല്ല, ആരാധനകൾ നിർവഹിച്ച് അതിന്റെ ധന്യതയിൽ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ അവൻ എടുത്തു വെക്കുന്ന ഓരോ സ്റ്റെപ്പിനും ദോഷങ്ങൾ പൊറുക്കുന്നു, അടുത്ത സ്റ്റെപ്പിന് പദവികൾ ഉയരുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചതാണ്. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വരുന്ന നമ്മളെല്ലാം അല്ലാഹുവിന്റെ വിളിയാളം കേട്ട് വരുന്നവരാണ്, അല്ലാഹുവിന്റെ അതിഥികളാണ് നമ്മൾ. അല്ലാഹു തആല ക്ഷണിച്ചു വന്ന വിസിറ്റുകാരാണ് നമ്മൾ. അല്ലാഹു തആലയുടെ ക്ഷണം സ്വീകരിച്ചു വന്ന വിസിറ്റേഴ്സ്, അങ്ങനെയാണ് അവരെ പരിചയപ്പെടുത്തുന്നത്. സ്വാഭാവികമായി നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ നമ്മൾ ക്ഷണിച്ചു വരുത്തിയാൽ ഏത് മാന്യനായ വ്യക്തിയും അയാൾക്ക് വേണ്ട പരിഗണനയും ബഹുമതിയും നൽകും. എന്നാൽ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ വിളയാളം കേട്ടുകൊണ്ട് നമ്മൾ വന്നാൽ സ്വാഭാവികമായും അല്ലാഹു തആലയുടെ വിളി കേട്ട് വന്ന അതിഥികൾ എന്ന നിലക്ക് ഏതൊരു വ്യക്തിയും സ്വീകരിക്കുന്ന സമീപനമായതുകൊണ്ട് യജമാനനായ റബ്ബും അവന്റെ വിളി കേട്ട് വന്ന ആ വിസിറ്റേഴ്സിന് വേണ്ട ബഹുമതികൾ നൽകുന്നതാണ്. ബാങ്കുലി കേൾക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പള്ളിയിലേക്ക് വന്ന് ജമാഅത്ത് പ്രതീക്ഷിച്ചിരിക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ അവിടെയും നമ്മുടെ നിയ്യത്തും നമ്മുടെ ചിന്തയും നന്നാകേണ്ടതുണ്ട്. ശുറൂത്തുൽ ജാലിസി ഫിൽ മസ്ജിദി, പള്ളിയിൽ ഒരുപാട് സമയം ഇഅ്തികാഫിരുന്ന് സമയം പള്ളിയിൽ ചിലവഴിക്കുക എന്നത് നല്ല കർമ്മമാണ്. പക്ഷേ അത് സൽക്കർമ്മമായി മുഴുവൻ രേഖപ്പെടുത്തണമെങ്കിൽ അതിന്റെ നിബന്ധനകളുണ്ട്. അവന്റെ ജീവിതത്തിൽ ആ പള്ളിയിൽ ചിലവഴിക്കുന്ന ഓരോ സെക്കൻഡുകളും സ്തുത്യർഹമായ കാര്യത്തിന് വേണ്ടിയാണ് ചിലവഴിക്കുന്നത്. ആ പള്ളിയിൽ അവൻ ചിലവഴിക്കുന്ന സമയത്തുള്ള ചിന്തകൾ സ്തുത്യർഹമാകുമ്പോഴാണ് ആ നീണ്ട സമയം പള്ളിയിൽ ഇരിക്കൽ വലിയ പുണ്യമുള്ള സൽക്കർമ്മമായി സ്വീകരിക്കപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, അഭിനന്ദനായ ബദർ സാദാത്ത് സയ്യിദ് അവറുകൾ നമ്മുടെ ഈ പ്രദേശത്തെത്തിക്കഴിഞ്ഞു. നാട്ടുകാരായ നമ്മളെല്ലാം അവിടുത്തെ മഹനീയമായ സാന്നിധ്യം
സംവിധാനങ്ങളും ഓടയും ഉൾക്കൊള്ളുന്നതോടുകൂടെ ഈ പള്ളിക്കൊരു ആന്തരികമായ സൗന്ദര്യം കൂടി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. പ്രൗഢമായ ഈ ഉദ്ഘാടന വേദിയിൽ അനുബന്ധരായ സാധാർത്ഥ നമുക്ക് വേണ്ടി ഉപദേശങ്ങൾ